ആക്ച്വലി ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമമായി. എന്ന് വെച്ചാൽ ലൈക്ക് എന്തെന്ന് പറയാന്ന് വെച്ചാൽ ഒരുമാതിരി ആയിപ്പോയി. ഞാൻ അപ്പൊ അപ്പു ഉറങ്ങി കിടക്കുകയായിരുന്നു. ഞാൻ അപ്പുനെ ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു. ഒരുപാട് പ്രണയങ്ങൾക്കും പ്രണയ വിവാഹങ്ങൾക്കും സാക്ഷി വഹിക്കാൻ ദൈവം അവസരം എനിക്ക് തന്നിട്ടുണ്ട്. എന്റെ വിവാഹവും പ്രണയ വിവാഹം തന്നെയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു പ്രണയം സിനിമയിലൊക്കെ ഓക്കെ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൺമുമ്പിൽ കാണുന്നത്. അവളുടെ ഈ അവസ്ഥ എല്ലാം അറിഞ്ഞിട്ടും അഞ്ജലി അവനെ ചേർത്ത് പിടിച്ചെങ്കിൽ ഇതാണ് ഞാൻ ഇതുവരെ കണ്ടത് വെച്ച് ഏറ്റവും നല്ല. സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കണ്ടത് ഒരു പ്രണയ വിവാഹമാണ്. രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിരിക്കും. ഒന്ന് അമൽ കൃഷ്ണയാണ്, ഒന്ന് അഞ്ജലിയാണ്. അമൽ കൃഷ്ണയെ അഞ്ജലി വിവാഹം കഴിക്കുന്നത് അമൽ കൃഷ്ണയ്ക്ക് കൃത്യമായിട്ടും ഒരു അംഗവൈകല്യം ഉണ്ട്, ഒരു ആക്സിഡൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയോട് കൂടി തന്നെയാണ്, അതറിഞ്ഞിട്ട് തന്നെയാണ് അഞ്ജലി അമൽ കൃഷ്ണ എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കാൻ തയ്യാറായത്. ഈ ഒരു വീഡിയോ ഭയങ്കര വൈറലാണ്. ഒരുപാട് പേര് ഇതിനെ പറ്റിയിട്ടൊക്കെ പറയാറുണ്ട്. സിനിമയിലൊക്കെ ഓക്കെയാണ് ഇങ്ങനെ ഒരു പെൺകുട്ടി ഒരു പ്രശ്നമുള്ള, അത് അംഗവൈകല്യമുള്ള, അരക്കി കീഴ്പ്പെടുത്ത് അളന്നു പോയ ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കുക എന്നൊക്കെ പറയുന്നത് സിനിമയിലൊക്കെ കാണാൻ കൊള്ളാം. പക്ഷേ അത് നമ്മുടെയൊക്കെ ചുറ്റുഭാഗത്ത് സ്വന്തം ജീവിതത്തിലൊക്കെ നടക്കുന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊരല്പം അത്ഭുതമുള്ള കാര്യമാണ്. എന്തായാലും അതിനെ എല്ലാവരും അങ്ങനെ അഭിനന്ദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചില വൃത്തികേടുകൾ, ചില ആളുകളൊക്കെ ഇപ്പോഴും മലയാളികൾക്ക് ഈ വിവാഹം എന്നൊക്കെ കഴിക്കുന്നത് ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, സെക്സിന് വേണ്ടി മാത്രമാണുള്ള ചിന്തമായി നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പ്രണയം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് ഒരു ആലോചനയുമില്ലാതെ നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതിൽ ചെറുപ്പക്കാരടക്കം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. എന്തൊക്കെയായാലും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു ചെറുപ്പക്കാരൻ, വളരെ ചെറുപ്പക്കാരനാണ്, ഇവിടെ വിവാഹം കഴിഞ്ഞ ഈ ഒരു അമൽ കൃഷ്ണയേക്കാൾ അഞ്ജലിയേക്കാൾ താഴെ ഇവരൊക്കെ അനിയാന്ന് വിളിക്കാൻ കഴിയുന്ന ചെറുപ്പത്തിലുള്ള ഒരു ചെറിയ പയ്യൻ ഇതിനിടയിൽ ഒരു കമന്റ് അടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ അമൽ കൃഷ്ണയും അഞ്ജലിയും വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഹായ്, അപ്പോൾ റീസെൻ്റ്ലി ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങളുടെ വെഡ്ഡിങ് ഡേൻ്റെ കുറച്ച് ക്ലിപ്സ് ഒരു റീൽസ് ആക്കി ഷാലു ചേട്ടൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലായിട്ടും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഒരു വീഡിയോ. അതിലിപ്പോൾ 16.3 മില്യൺ വ്യൂസ് ഉണ്ട്. സോ ഇതിനകത്ത് കുറച്ച് അധികം കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. കമൻസ് ആക്ച്വലി ടോട്ടൽ തന്നെ 13.3K ഉണ്ട് കമൻസ് മാത്രം. അതിൽ ഓൾമോസ്റ്റ് കുറേ കമൻസ് ഒക്കെ ഫുൾ പോസിറ്റീവ് ആയിട്ടുള്ള കമൻസ് ആണ്. അതൊക്കെ വായിക്കുമ്പോൾ ആക്ച്വലി ഭയങ്കര ഒരു സന്തോഷം. സ്വാഭാവികമാണ് ഇങ്ങനത്തെ ഒരു വിവാഹം നടക്കുമ്പോൾ ഒരുപക്ഷെ മലയാളികൾ ആരും ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ഇങ്ങനെ വിവാഹം കഴിക്കണം ആരും ആഗ്രഹിക്കാത്ത ഇത്ര വ്യത്യസ്തമായ ഒരു വിവാഹം എവിടെയും നടക്കുമ്പോഴോ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ, മനുഷ്യന്മാരൊക്കെ അതിൻ്റെ അടിയിൽ പോയിട്ട് ആശംസകൾ നേരും. ഒരുപക്ഷെ ഒരു വീഡിയോയ്ക്കും ആശംസ നേരാത്ത ആളുകളൊക്കെ ഇത്തരം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആശംസ നേരും. അത് സഹതാപം കൊണ്ടല്ലോ കേട്ടോ, ചിലപ്പോൾ ഒരു അത്ഭുതം കണ്ടുകൊണ്ടായിരിക്കും. ഇങ്ങനെ ഉണ്ടല്ലോ ജീവിതങ്ങളൊക്കെ എന്നുള്ള ഒരു അത്ഭുതത്തിന് പുറത്തായിരിക്കും അതിൻ്റെ താഴെ പോയിട്ടൊരു കമന്റ് ഇടുന്നത്. പക്ഷേ ഇതല്ലാത്ത കമന്റുകളും വരുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഭയങ്കര ഒരു സന്തോഷമൊക്കെ പോലെയാണ്. എന്ന് വെച്ചാൽ ലൈക്ക് നമ്മളിങ്ങനെ പുറത്തുനിന്ന് കണ്ട ഉടനെ ഇങ്ങനെ അവരുടെ മനസ്സിൽ വന്നായിരിക്കുമല്ലോ പറയണത്. ബട്ട് ഇതൊന്നും അറിഞ്ഞൂടാതെ കുറച്ച് ആൾക്കാർ വന്ന് നെഗറ്റീവായിട്ട് കമന്റ് ഇടുന്നുണ്ട്. അതിലൊരു കമന്റ് കാണിച്ചു തരാം. ഇതൊന്നൊരു കമന്റ് ആണ് ആക്ച്വലി. ഇപ്പൊ ഒന്നൊരു കമന്റ് ആണ്. അപ്പോ ഇവൻ എങ്ങനെ കളിക്കും, അവളെ എനിക്ക് താടാ, ഞാൻ കളിച്ചോളാം. നോക്കൂ, ഒരു പയ്യനിട്ടൊരു കമന്റ് ആണ്. ഞാനത് വായിച്ചു പോയി. ഞാൻ ആദ്യമായിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അത് കണ്ടത്. നോക്കൂ, ഇങ്ങനത്തെ ഒരു കമന്റ് ആണ് ഒരാൾ അതിനെ താഴ്ത്തിരിക്കുന്നത്. ഇവർക്കൊക്കെ വിവാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രണയബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നേഹബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടേക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സംഭവമാണെന്നൊക്കെ ചിന്തിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. നോക്കൂ, എല്ലാവരും കാണുകയും ഷെയർ ചെയ്യപ്പെടുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് ഇങ്ങനെ കമന്റ് അടിക്കാൻ ഇത്തരം നാറുകൾക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ബാക്കി കേൾക്കോട്ടോ. നല്ല വിഷമമായി. എന്ന് വെച്ചാൽ ലൈക്ക് എന്തെന്ന് പറയാന്ന് വെച്ചാൽ ഒരുമാതിരി ആയിപ്പോയി. ഞാൻ അപ്പു ഉറങ്ങി കിടക്കുകയായിരുന്നു. ഞാൻ അപ്പുനെ ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്ത് കമന്റും ഒക്കെ.
എനിക്കത് എന്തോ ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്ത്. ആക്ച്വലി ഇതിന് മുന്നേ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട് എനിക്ക്, പക്ഷെ അതങ്ങനെ മൈൻഡിലോട്ട് എത്തിയില്ല. പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ആയിട്ട് നല്ല വിഷമമായി. സോ ഫസ്റ്റ് ആ കമന്റ് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരെ പോലെ എനിക്ക് കുറച്ച് ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതമായിട്ട് വളരെയധികം നല്ല ബന്ധപ്പെട്ടിരിക്കുന്ന സാധനങ്ങളാണ്. അതിന്റെ അടിയിൽ വരുന്ന ഇത്തരം ബാഡ് കമന്റ്സുകളെല്ലാം അവർക്ക് എന്തോരം വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നോക്കൂ, ഈ ഒരു സമയത്ത്, ഈ നല്ലൊരു വിവാഹ സമയത്ത് എല്ലാവരും ഒരാളുടെയും സഹതാപം എന്തായാലും ആർക്കും കൊടുത്തു പോകണ്ട. അതൊരാളും ആഗ്രഹിക്കുന്നില്ല, ആർക്കും കൊടുക്കരുത്. സഹതാപൊന്നും പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടൊന്നല്ല ഇത്തരം വിവാഹങ്ങളൊക്കെ നടക്കുന്നത്. അത് പരിപൂർണമായിട്ടും അവന് ഇങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചതാണ്, അരക്കിപ്പെട്ട് സ്വാധീനമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടി വിവാഹത്തിന് തയ്യാറാവുക, വിവാഹം കഴിക്കാന്ന് പറയുന്നതിനെ നമ്മളെല്ലാവരും അപ്ലോസ് ചെയ്യുക, അഭിനന്ദിക്കുന്നതിന് പകരം ഈ ചെറു പയ്യൻ ഇങ്ങനൊക്കെ കമന്റ് ഇടുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. ഉറക്കത്തിന്നൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്ത് കമന്റ് ഒക്കെ എനിക്കത് എന്തോ ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്ത്. ആക്ച്വലി ഇതിന് മുന്നേ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട് എനിക്ക്, പക്ഷെ അതങ്ങനെ മൈൻഡിലോട്ട് എത്തിയില്ല. പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ആയിട്ട് നല്ല വിഷമമായി. സോ ഫസ്റ്റ് ആ കമന്റ് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരെ പോലെ എനിക്ക് കുറച്ച് ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഞാൻ തിങ്ക് ചെയ്തതെന്ന് വെച്ചാൽ ഇതിപ്പം ഇവ ഒരു കൊച്ചു പയ്യനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഒരു എത്ര ഏജ് ഉണ്ടെന്നൊന്നും അറിയത്തില്ല, കണ്ടിട്ട് എനിക്ക് എന്തോ എന്റെ അനിയനെ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവൻ ഇപ്പൊ പറഞ്ഞ ഈ ഒരു ലൈക്ക് മാരേജോ അങ്ങനെ ഒന്നും തിങ്ക് ചെയ്യാനുള്ള ഇതുപോലെ ആയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ അവൻ എന്തോ അവന്റെ ഇതിൽ പറഞ്ഞല്ലേ, നാളൊരു കാലത്ത് ഇനി അവന്റെ കല്യാണം കഴിഞ്ഞ് അവന്റെ ഭാര്യ എടുത്തോ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ഫാമിലി ലൈഫിലാരെങ്കിലും വന്ന് ഇങ്ങനെ പറയുമ്പോഴേ അവൻ അതിന്റെ ഫീല് മനസ്സിലാവും. നമ്മളിപ്പോ എത്ര പറഞ്ഞ് ഇതാക്കാൻ നോക്കിയാലും അവനത് മനസ്സിലാവാൻ പോകില്ല. എനിക്ക് എന്തായാലും അവർ എടുക്കുന്ന തീരുമാനമൊക്കെ വളരെയധികം വ്യക്തമാണ് കേട്ടോ. ആ പയ്യനോട് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. പക്ഷെ വിവാഹം എന്ന് പറഞ്ഞാൽ അത്തരം ഒരു ചിന്തയെ പറ്റി ആലോചിക്കുക പോലും ചെയ്യില്ലാത്തൊരു പയ്യനായിരിക്കും. അനിയനെ പോലെ ഒരാളാണ്, അത്ര പ്രായം ഉണ്ടാവുള്ളൂ എന്നപ്പോൾ ആ പെൺകുട്ടി പറയുന്നത്. ഇവര് കേസ് കൊടുത്തില്ലേ എന്നാവോ? അതെനിക്ക് നന്നായിട്ട് ഹേർട്ട് ചെയ്തു. അതാണ് ഞാനിപ്പം പറയാൻ കാര്യം. വെച്ചാൽ അത് ഇങ്ങനെ ഒരു വെഡിങ് വീഡിയോന്റെ താഴെ വന്ന് ഇങ്ങനെ ഒരു കമന്റ് ഇടാനും മാത്രം അത്രയ്ക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമെന്ന് തന്നെ പറയാത്. ഇപ്പൊ നമ്മൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഈ വീഡിയോ കണ്ട് DM ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ DM ചെയ്ത് എൻക്വയറി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അല്ലാണ്ട് ഈ വീഡിയോ മാത്രം കണ്ട് ലൈക്ക് ചെയ്ത് ഇങ്ങനെ ഓരോ കമന്റ് ഇട്ടിട്ട് പോകുന്നവർക്ക് ആക്ച്വലി നമ്മുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ നമ്മളെ റിലേഷൻഷിപ്പ് എന്ത് കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്തതാണെന്നോ അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അങ്ങനെയൊന്നും അറിയത്തില്ലാത്ത ആൾക്കാരാണ്. സോ ഇതൊന്നും അറിയാത്ത ആൾക്ക് നിങ്ങൾക്ക് എന്തിനാണ് ഇത്തരം വീഡിയോസ് താഴൊക്കെ പോയിട്ട് ഇമാതിരി അവന്റെ കമന്റുകളൊക്കെ ഇടുന്നേ? ഒരു അലവലാത്ത കമന്റുകളായി പോയി. അവരൊക്കെ ജീവിക്കാൻ വിട്ടാ പോരെ? ഇത്തരം ആളുകളൊക്കെ അങ്ങനെ ജീവിക്കട്ടെന്ന്. നമ്മൾ ആശംസകൾ നേർന്നില്ലെങ്കിൽ അവർ ജീവിക്കും. അവർ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച് അവരങ്ങ് ജീവിച്ചു വിട്ടെന്നേ. ഇതിൻ്റെ ഒക്കെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ ഈ കുത്തിക്കഴപ്പ് കമന്റുകളൊക്കെ ഇടുന്നതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതെന്ത് തേങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ്? കാരണം ഇതൊക്കെ നിർത്തേണ്ട സമയമായിരിക്കുന്നു. മറ്റുള്ളൊരു ജീവിതത്തിൽ എങ്ങനെ ഇടപെടാതിരിക്കാന്ന് മാത്രമാണ് ഇപ്പോൾ നമ്മളൊക്കെ ആലോചിക്കേണ്ടത്. ഇടപെട്ടോ അത് മുടയായിരിക്കും. അത് പറയണം തോന്നി. എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല മോനെ. ഇപ്പൊ എന്റെ ഭാഗം പറയുകയാണെങ്കിൽ എനിക്ക് അനിയാ നിന്റെ അടുത്ത് ഒരു കാര്യമേ പറയുള്ളൂ. എന്റെ അടുത്ത മിനിറ്റിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ലൈഫാണ്, ആർക്കും എന്തുവേണോ എപ്പോഴാണോ സംഭവിക്കാം. അപ്പൊ നാളെ നിനക്കാണ് അല്ലെങ്കിൽ നിനക്കറിയാന്നുള്ള ആർക്കാണെങ്കിലാണോ ഇതേപോലെ ഒരു അവസ്ഥ വരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷനിൽ കടന്നു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പൊ നിനക്ക് മനസ്സിലാവുമായിരിക്കും ഇതിന്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ നിനക്ക് അങ്ങനെ വരണമെന്നല്ല, അങ്ങനെ ഒട്ടും വരാതിരിക്കട്ടെ. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. വന്നിട്ട് ബാക്കിയുള്ളവനെ സന്തോഷിപ്പിക്കാനൊന്നും ആരും ശ്രമിക്കണ്ട. വെറുതെ ഉപദ്രവിക്കാതിരുന്നാ മതി. വെറുതെ പിന്നെ അവന്റെ ഒരു അതാണ് അവരുടെ ഒരു ഗംഭീരമായിട്ട് മറുപടി. ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അടുത്ത നിമിഷം സംഭവിക്കുന്നു ആർക്കും പറയാൻ പറ്റില്ല. ഇവിടെ ഇദ്ദേഹത്തിന് ആക്സിഡന്റ് സംഭവിച്ചതിന്റെ ഭാഗമായിട്ടാണ്. മനഃപൂർവ്വം ആക്സിഡന്റ് ഉണ്ടാവണമെന്ന് വിചാരിച്ച് ബൈക്ക് ഓടിക്കുന്ന ആളുകളൊന്നല്ല ആരും. അപ്പൊ ഒരു പക്ഷെ ആര് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്നുമല്ലാതെ സംഭവിച്ച് ഇനി ജീവിതമില്ലാതെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് ഈ ഒരു പെൺകുട്ടി വന്നത്, അഞ്ജലി എന്ന് പറയുന്ന പെൺകുട്ടി വന്നത്. അതും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് വന്നതാണ്. അങ്ങനത്തുള്ള ജീവിതത്തെ നമ്മൾ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാമെന്ന് ആലോചിക്കുന്ന പകരമായിട്ട് ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയാലോ നല്ല മാനസിക രോഗിയാണ്, ഗംഭീര മാനസിക, നല്ല ഞരമ്പ് രോഗികളല്ലാതെ ഇത്തരം കമന്റ് ഇടാൻ പറ്റില്ല. ഷാർജേട്ടൻ റിപ്ലൈ കൊടുത്തപ്പോഴത്തേക്കും ഷാർജേട്ടനാണ് ലൈക്ക് പപ്പുവിന്റെ കണ്ടീഷനിലിരിക്കുന്ന ആളാന്ന് വെച്ചിട്ട് ഇവ എന്തോ വികലാംഗനെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു കമന്റ് ഉണ്ട്. നോക്കിട്ടൊരു
എടാ പോടാ വീളാങ്ക, നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, പോയി ചാവടാ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. അങ്ങനെ അത്രയും ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറഞ്ഞ പയ്യനുമായിട്ട് നമുക്ക് പേഴ്സണലി ഒരു അറിയത്തോടിയില്ല, ആരെന്നോടി അറിയത്തില്ല. എന്നുവെച്ചാൽ ഒരു കാര്യം അറിയാണ്ട് ചുമ്മാ വന്ന് കമന്റ് ഇട്ടിട്ട് പോകാൻ വേണ്ടി മാത്രം ലൈക്ക് ഇപ്പൊ അവൻ എന്തിന്റെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവൻ അവന്റെ വീട്ടിലോ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്തൊക്കെ തീർക്കട്ടെ. ഞാൻ വെറുതെ ഈ കമന്റ് ബോക്സിൽ തീർത്തത്. പക്ഷെ അതൊന്നും പറയാൻ തോന്നി. കാരണം വെച്ചാൽ അത്രയ്ക്ക് അതങ്ങ് വിഷമായി പോയി. എന്ന് വെച്ചാൽ ലൈക്ക് അവന്റെ മുഖം കണ്ടാൽ തന്നെ ഒരു എന്റെയൊക്കെ ഒരു അനിയന്റെ പ്രായം ഉണ്ടെന്ന് തോന്നുന്നു. യെസ്. പിന്നെ ആ വീഡിയോക്ക് തന്ന സപ്പോർട്ടിനും കുറെ പേര് പോസിറ്റീവ് കമന്റ് ഇടുന്നുണ്ട്. അതിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. എന്തായാലും അവർ പറഞ്ഞ എനിക്ക് പറയുന്നത്, ഏടോ നിനക്ക് ഇങ്ങനത്തെ വലിയ കുത്തുകുഴപ്പമുണ്ടെങ്കിൽ നീ വീട്ടോട് പോയി തീർക്കണം, അതിനല്ലെങ്കിൽ അതിന് പറ്റിയ സ്ഥലത്തൊക്കെ പോകും. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ മാന്യം വരികയും ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോക്ക് താഴൊക്കെ ഇങ്ങനെയൊക്കെ പോയിട്ട് ഓരോ കമന്റ് അടിക്കുകയെന്ന് വെച്ചാൽ എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ്. ഇനി കമന്റ് അടിച്ചിട്ടോ അതിന് മറുപടി കൊടുത്തിട്ട് പോലും ആയി തിരിച്ച് വികലാംഗ എന്നൊക്കെ വിളിച്ചിട്ടുകൊണ്ടാണ് തിരിച്ചു മറുപടി. ഞാനതാ പറഞ്ഞേ, ഇത് ഭയങ്കര ഫ്രസ്ട്രേഷനാണ്. ഓനക്ക് വേറെ എന്തൊരു തരം ഭ്രാന്താണ്. അതല്ലാതെ ഇങ്ങനെ വൃത്തികെട്ട കമന്റുകളൊന്നും ഒരു സ്ഥലത്ത് പോയിട്ട് പോയില്ല. ഇനി എനിക്ക് തോന്നുന്നത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, കാണുന്ന ആരെങ്കിലും യൂട്യൂബേഴ്സിന് ഇത് മുഴുവൻ എല്ലാവരും വീഡിയോ ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം. കാരണം അവൻ ഈ ഒരു പരിപാടി കൊണ്ട് ഇനി നടക്കരുത്. ഇതൊക്കെ ഇവിടെ നിൽക്കണം. അവൻ്റെ ഇത്തരം കുത്തിക്കഴപ്പുകളല്ല. ബൈ.